ഹലോ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ മാത്സ് ആണ്. ചാപ്റ്റർ 1 പാരലൽ ലൈൻസ്. ഇതിൻ്റെ പേജ് നമ്പർ 17ലുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പാർട്ട് 1 ആണ്. ആദ്യത്തെ പ്രോബ്ലം, ഡ്രോ ദ പാരലലോഗ്രാം ബിലോ വിത്ത് ദ ഗിവൺ മെഷേഴ്സ്. അവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദി അതർ 3 ആംഗിൾസ്. ചിത്രത്തിലെ പാരലലോഗ്രാം തന്നിരിക്കുന്ന അളവുകളിൽ വരയ്ക്കുകയും അതിനെ മറ്റു 3 കോണുകൾ കണക്കാക്കുകയും ചെയ്യുക. അപ്പോൾ അതിൽ 3 ആംഗിൾസ് കണ്ടുപിടിക്കണം, പിന്നെ അത് വരയ്ക്കാനും കൂടിയാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കാദ്യം ആ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ആ ഫിഗർ ഒരു റഫ് ഫിഗർ അതിൻ്റെത് വരയ്ക്കണം. അത് ABCD എന്ന് നെയിം കൊടുക്കാം. ആദ്യം AB 5 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്ററിൽ ഒരു ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കുക. AB എന്ന് പേര് കൊടുക്കുക. അതിനുശേഷം ഒരു പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ Aയിൽ വരത്തക്ക വിധം വെച്ചിട്ട് നമ്മൾ Bയിൽ നിന്നും എണ്ണണം. 0, 10, 20, 30, 40, 50, 60 കണ്ടില്ലേ? Bയിൽ നിന്നുമാണ് നമ്മൾ അളവെടുക്കേണ്ടത്. പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ Aയിൽ വരണം. എന്നിട്ട് Bയിൽ നോക്കുക. Bയുടെ ആ ഭാഗത്ത് 0 കാണാം പ്രൊട്രാക്ടറിൻ്റെ. അതിൽ നിന്നും എണ്ണിയിട്ട് 60 ഡിഗ്രി ആകുമ്പോൾ നമ്മളൊരു പോയിൻ്റ് കൊടുക്കണം. അതിനുശേഷം Aയും ആ പോയിൻറ്റും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. എന്നിട്ട് Aയിൽ നിന്നും 3 സെൻറ്റിമീറ്റർ അകലത്തിൽ സ്കെയിൽ ഉപയോഗിച്ച് ഒരു പോയിൻ്റ് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വെറുതെ നീളത്തിന് വരച്ചിട്ടുണ്ട്, അല്ല അതിൽ 3 സെൻറ്റിമീറ്ററാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ Aയിൽ നിന്നും സ്കെയിൽ വെച്ചിട്ട് 3 സെൻറ്റിമീറ്ററിൽ ഒരു ഡോട്ട് ഇടുക. കോമ്പസ് വെച്ചും 3 സെൻറ്റിമീറ്റർ അളവെടുത്തിട്ട് നമുക്ക് ഒരു ആർക്കും വരയ്ക്കാവുന്നതാണ്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ Aയിൽ നിന്നും 3 സെൻറ്റിമീറ്റർ അകലത്തിൽ ഒരു ഡോട്ട് കൊടുത്തു. അതിന് C എന്ന് പേര് കൊടുക്കാം. ഇനി ABക്ക് പാരലായിട്ട് Cയിൽ നിന്നും നമുക്ക് ഒരു ലൈൻ വരയ്ക്കണം. അതിനായിട്ട് ഒരു സെറ്റ് സ്ക്വയറും സ്കെയിലുമാണ് വേണ്ടത്. സെറ്റ് സ്ക്വയറിൻ്റെ ഒരു പെർപെൻഡിക്കുലർ ഭാഗം ABക്ക് മുകളിൽ വയ്ക്കണം. AB എന്ന ലൈനിന് മുകളിൽ വയ്ക്കുക. മറ്റേ പെർപെൻഡിക്കുലർ സൈഡിൽ സ്കെയിൽ വയ്ക്കുക. ഇതേ പടത്തിൽ കാണുന്നത് പോലെ ചെയ്താൽ മതി. അതിനുശേഷം സെറ്റ് സ്ക്വയർ മെല്ലെ മുകളിലോട്ട് നീക്കുക. C എന്ന പോയിന്റിലെത്തുമ്പോൾ സെറ്റ് സ്ക്വയർ നിർത്തേണ്ടതാണ്. ഇനി സെറ്റ് സ്ക്വയർ വെച്ചിട്ട് Cയിൽ കൂടി ഒരു ABക്ക് പാരലലായിട്ട് ഒരു ലൈൻ നീട്ടി വരയ്ക്കുക. അടുത്തതായി ACക്ക് പാരലലായിട്ട് Bയിൽ നിന്നും ഒരു ലൈൻ വരയ്ക്കേണ്ടതാണ്. അതിനായി സെറ്റ് സ്ക്വയറിൻ്റെ ഒരു പെർപെൻഡിക്കുലർ സൈഡ് AC എന്ന ലൈനിൽ വയ്ക്കണം. മറ്റേ പെർപെൻഡിക്കുലർ സൈഡിൽ സ്കെയിൽ വയ്ക്കുക. എന്നിട്ട് സെറ്റ് സ്ക്വയർ മെല്ലെ മുകളിലോട്ട് നീക്കണം. B എന്ന പോയിൻ്റ് എത്തുമ്പോൾ സെറ്റ് സ്ക്വയർ നിർത്തണം. ഇനി Bയിൽ നിന്നും ഒരു ലൈൻ വരയ്ക്കേണ്ടതാണ്. ഇപ്പോൾ Bയിൽ നിന്ന് നമ്മൾ വരച്ച ആ ലൈനും Cയിൽ നിന്ന് വരച്ച ലൈനും തമ്മിൽ കൂട്ടി ഒരു പോയിൻ്റ് ഉണ്ടായിട്ടില്ലേ? കൂട്ടിമുട്ടുമ്പോൾ ഒരു പോയിൻ്റ് ഉണ്ടാകുന്നു. ആ പോയിൻറ്റിന് D എന്ന പേര് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഒരു പാരലലോഗ്രാം കിട്ടിയിട്ടുണ്ട്. അതിന് ABCD എന്ന പേര് കൊടുക്കാം. 60 ഡിഗ്രി, Aയുടെ അവിടെ 60 ഡിഗ്രി അടയാളപ്പെടുത്താം. പിന്നെ ABക്ക് 5 സെൻറ്റിമീറ്റർ, AC 3 സെൻറ്റിമീറ്റർ എന്ന് അടയാളപ്പെടുത്തണം. ഞാനിതിൽ അടയാളപ്പെടുത്തിയിട്ടില്ല. മുകളിലോട്ടുള്ള എക്സ്ട്രാ ലൈൻസ് വേണമെങ്കിൽ നമുക്ക് മായ്ച്ച് കളയാവുന്നതാണ്, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിലെ മറ്റ് 3 ആംഗിൾസും കണ്ടുപിടിക്കാം. അതിൽ ആംഗിൾ Aയും ആംഗിൾ Cയും ഇൻറ്റീരിയർ ആംഗിളാണ്. അതായത് ABCD എന്നീ 2 പാരലൽ ലൈൻസിനെ AC എന്നൊരു ലൈൻ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വരുന്ന അടുത്തടുത്ത് വരുന്നതാണ് ആംഗിൾ Aയും ആംഗിൾ Cയും. അപ്പോൾ അത് ഇൻറ്റീരിയർ ആംഗിൾ. അതായത് ഈ 2 ആംഗിളും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 180 കിട്ടണം. അപ്പോൾ അത് കണ്ടുപിടിക്കാം. ആംഗിൾ A പ്ലസ് ആംഗിൾ C ഈക്വൽ 180 ഡിഗ്രി. അതിൽ ആംഗിൾ A നമുക്കറിയാം 60 ഡിഗ്രി പ്ലസ് ആംഗിൾ C ആണ് കണ്ടുപിടിക്കേണ്ടത്, ഈക്വൽ 180 ഡിഗ്രി. ആംഗിൾ C ഈക്വൽ 180 ഡിഗ്രി മൈനസ് 60 ഡിഗ്രി. അപ്പോൾ ആംഗിൾ C എത്ര കിട്ടും? 120 ഡിഗ്രി. അടുത്തതായിട്ട് നോക്കിക്കേ, ആംഗിൾ A 60 ഡിഗ്രിയാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആംഗിൾ D
അപ്പോൾ ഒരു പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ്സ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതായത് ആംഗിൾ എ 60 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ഡിയും 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ എങ്ങനെ എഴുതാം? ആംഗിൾ എ ഈക്വൽ ആംഗിൾ ഡി ഈക്വൽ 60 ഡിഗ്രി. അതുപോലെ തന്നെയാണ് നമുക്കിപ്പോൾ ആംഗിൾ സി കിട്ടിയിട്ടുണ്ട് 120 ഡിഗ്രി. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ബിയും 120 ഡിഗ്രി ആയിരിക്കും. അതും ഒരു പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ്സ് ആംഗിൾസ് ഈക്വൽ എന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ ആംഗിൾ ബി ഈക്വൽ ആംഗിൾ സി ഈക്വൽ എത്രയാണ്? 120 ഡിഗ്രി. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം കഴിഞ്ഞു. അതിലെ എല്ലാ ആംഗിൾസും നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. സെക്കൻഡ് പ്രോബ്ലം, the top and bottom blue lines in the figure are parallel. Find the angle between the green lines. ചിത്രത്തിൽ താഴത്തെയും മുകളിലത്തെയും നീല വരകൾ പാരലലാണ്. പച്ച വരകൾക്കിടയിലെ കോൺ കണക്കാക്കുക. ആദ്യം നമുക്ക് ടെക്സ്റ്റ് ബുക്കിലേതുപോലെ റഫ് ഫിഗർ വരയ്ക്കുക. എന്നിട്ട് അതിന് എ ബി സി എന്നീ പേരുകൾ കൊടുക്കുക. അതിനുശേഷം ബിയിൽ കൂടി ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. മുകളിലത്തെയും താഴത്തെയും നീല വരകൾക്ക് പാരലായിട്ട്. എന്നിട്ട് അതിൽ ഡി എന്ന് അടയാളപ്പെടുത്തുക. അപ്പോൾ നടുവിലുള്ള ലൈൻ ഡി ബി. നോക്കൂ, മുകളിലുള്ള നീല വരയും നടുവിലുള്ള ബ്ലാക്ക് വരയും എന്താണ്? പാരലൽ ലൈൻസ് ആണ് അല്ലേ? അപ്പോൾ എ ഇ ഡി ബി എന്നീ പാരലൽ ലൈൻസ്. ഇതിന് നടുവിലൂടെ ഇതിനെ കട്ട് ചെയ്യുന്ന ഒരു വരയാണ് എ ബി. അപ്പോൾ ആംഗിൾ ഇ എ ബി എത്രാം തന്നിട്ടുണ്ട്? 40 ഡിഗ്രിയും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ ബി ഡിയും 40 ഡിഗ്രിയാണ്. കാരണം എ ബി എന്ന ലൈനാണല്ലോ ഈ രണ്ട് പാരലൽ ലൈനും കട്ട് ചെയ്യുന്നത്. അപ്പോൾ എ ബിക്ക് ഇരുവശത്തും ഉണ്ടാകുന്ന ആംഗിൾസ് എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിളാണ്. അത് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതെങ്ങനെ എഴുതാം? ആംഗിൾ ഇ എ ബി ഈക്വൽ ആംഗിൾ എ ബി ഡി ഈക്വൽ 40 ഡിഗ്രി. അതുപോലെ തന്നെയാണ് നടുവിലുള്ള ആ സ്ട്രെയിറ്റ് ലൈനും താഴെയുള്ള ലൈനും പാരലൽസ് ആണ്. അപ്പോൾ അതിനെ കട്ട് ചെയ്യുന്ന വരയാണ് ഏത്? ബി സി. അപ്പോൾ ബി സിക്ക് ഇരുവശത്തും ഫോം ചെയ്യുന്ന ആംഗിൾസ് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ ആംഗിൾ ബി സി എഫ് എത്രയാണ്? 50 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഡി ബി സിയും എത്രയായിരിക്കും? 50 ഡിഗ്രിയാണ്. ഇത് ഓൾട്ടർനേറ്റ് ആംഗിൾസ് അല്ലേ? അപ്പോൾ ഈക്വൽ ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം? ആംഗിൾ ബി സി എഫ് ഈക്വൽ ആംഗിൾ ഡി ബി സി ഈക്വൽ 50 ഡിഗ്രി. അപ്പോൾ നമുക്ക് നടുവിലുള്ള രണ്ട് ആംഗിൾസും കിട്ടിയിട്ടുണ്ട്. ആംഗിൾ എ ബി ഡി 40 ഡിഗ്രി, ആംഗിൾ ഡി ബി സി 50 ഡിഗ്രി. ഇനി ഈ രണ്ട് ആംഗിളും ആഡ് ചെയ്താൽ മതി, ആംഗിൾ എ ബി സി കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ദെയർഫോർ ആംഗിൾ എ ബി സി ഈക്വൽ ആംഗിൾ എ ബി ഡി പ്ലസ് ആംഗിൾ ഡി ബി സി. ആംഗിൾ എ ബി ഡി എത്രയാണ്? 40 ഡിഗ്രി പ്ലസ് ആംഗിൾ ഡി ബി സി എത്രയാണ്? 50 ഡിഗ്രി. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 90 ഡിഗ്രി. പ്രോബ്ലം, in the figure the pair of lines slanted to the left are parallel and also the pair of lines slanted to the right. Draw this figure. ചിത്രത്തിൽ ഇടത്തോട്ട് ചരിഞ്ഞ വരകളുടെ ജോഡിയും വലത്തോട്ട് ചരിഞ്ഞ വരകളുടെ ജോഡിയും പാരലാണ്. ഈ ചിത്രം വരയ്ക്കുക. അപ്പോൾ നമുക്ക് ആദ്യം റഫ് ഫിഗർ വരയ്ക്കാം. ഇതിന് പേര് കൊടുക്കാം എ ബി സി ഡി ഇ. അതിൽ നമുക്ക് ആംഗിൾ എ ഉണ്ട്. ആംഗിൾ എ 40 ഡിഗ്രി. ഇതിൽ ആംഗിൾ എ 40 ഡിഗ്രി ആണല്ലോ. അപ്പോൾ എയിലൂടെ നമുക്ക് മുകളിലോട്ട് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കാം. അപ്പോൾ 40 ഡിഗ്രി രണ്ടായിട്ട് ഡിവൈഡ് ആകും, 20 20. ഇനി നമുക്ക് വരയ്ക്കാം എ ബി എന്നൊരു ലൈൻ സെഗ്മെൻറ്റ് 2 സെൻറ്റിമീറ്ററിൽ വരയ്ക്കുക. സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് എയിൽ നിന്ന് മുകളിലോട്ട് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. ഇനി നമുക്ക് ഒരു പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ ഭാഗം എയിൽ വെച്ചിട്ട് മറ്റേ ഭാഗം നമ്മൾ മുകളിലോട്ട് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചില്ലേ അതിലോട്ട് വയ്ക്കണം. എന്നിട്ട് അവിടെ നിന്നും 0 10 20യിൽ നമുക്ക് 20 വരുന്ന ആംഗിളിൻ്റെ അവിടെ ഒരു പോയിൻ്റ് ഇടുക. നമ്മളിവിടെ 40 രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തില്ലേ, 20 20 പെർപെൻഡിക്കുലറിൻ്റെ ഇരുവശത്തും. അതിലൊന്നാണ് ഇത്, പുറത്തോട്ടുള്ള വശം. അവിടെ 20യിൽ ഒരു പോയിൻ്റ് ഇടുക. എയിൽ നിന്നും ആ പോയിൻറ്റിലേക്ക് ഒരു വര വരയ്ക്കുക. വീണ്ടും പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ എയിൽ വയ്ക്കുക. അതിൻ്റെ മറ്റേ സൈഡിൽ മറ്റേ പെർപെൻഡിക്കുലർ ലൈനിലെ അതിൽ നിന്നും അവിടെ നിന്നും നോക്കണം. 0 10 20യിൽ ഒരു ഡോട്ട് ഇട്ടിട്ട് ആ എയിൽ നിന്നും വീണ്ടും മുകളിലോട്ട് ആ ലൈൻ വരയ്ക്കുക. ആ ഡോട്ടിലോട്ട് ഒരു ലൈൻ വരയ്ക്കുക. കണ്ടില്ലേ, എയിൽ നിന്നും പെർപെൻഡിക്കുലർ ലൈനിൻ്റെ രണ്ട് വശത്തും നമ്മൾ 2 ലൈൻ വരച്ചു കഴിഞ്ഞു.
ഇനി എ സിക്ക് പാരലായിട്ട് ബിയിൽ കൂടി ഒരു പാരലൽ ലൈൻ വരയ്ക്കണം. അതിനായിട്ട് സെറ്റ് സ്ക്വയറിൻ്റെ ഒരു പെർപെൻഡിക്കുലർ സൈഡ് എ സിയിൽ വയ്ക്കുക. ഞാനിവിടെ സി അടയാളപ്പെടുത്തിയിട്ടില്ല, പക്ഷേ നിങ്ങൾക്കറിയാലോ ഈ പെർപെൻഡിക്കുലർ ലൈൻ്റെ പുറത്തോട്ടുള്ള ലൈനാണ്. നമുക്ക് ലാസ്റ്റ് സി അടയാളപ്പെടുത്താം. ഇപ്പോൾ നിങ്ങൾ എയിൽ നിന്നും നമ്മൾ വരച്ച പെർപെൻഡിക്കുലർ ലൈനിൽ പെർപെൻഡിക്കുലർ അല്ല, എ സി അതായത് 20 ഡിഗ്രിയിൽ ഇപ്പം വരച്ചില്ലേ പുറത്തോട്ട്, പെർപെൻഡിക്കുലർ ലൈന് പുറത്തോട്ട്, അതിൽ സെറ്റ് സ്ക്വയറിൻ്റെ പെർപെൻഡിക്കുലറായിട്ടുള്ള ആ സ്ഥലം വയ്ക്കണം. സെറ്റ് സ്ക്വയറിൻ്റെ മറ്റേ സൈഡ് പെർപെൻഡിക്കുലറായിട്ടുള്ള മറ്റേ സൈഡിൽ നമ്മൾ സ്കെയിൽ വയ്ക്കുക. എന്നിട്ട് എ സിയിൽ നിന്നും സെറ്റ് സ്ക്വയർ മെല്ലെ നീക്കുക മുകളിലോട്ട്. ബിയിലെത്തുമ്പോഴേക്കും സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് ബിയിൽ കൂടി ഒരു പാരലൽ ലൈൻ വരയ്ക്കണം. ഇപ്പോൾ നമ്മൾ ബിയിൽ കൂടി ഒരു പാരലൽ ലൈൻ എ സിക്ക് പാരലായിട്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേറൊരു ലൈനിൽ യോജിക്കുന്നു അല്ലേ, ഒരു ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു പോയിൻ്റ് ഉണ്ടാകും, അതാണ് ഡി. ഇനി എ ഡിക്ക് പാരലായിട്ട് ബിയിൽ കൂടി ഒരു ലൈൻ വരയ്ക്കണം. അതിനായിട്ട് സെറ്റ് സ്ക്വയറിൻ്റെ പെർപെൻഡിക്കുലറായിട്ടുള്ള സൈഡ് എ ഡിയിൽ വയ്ക്കുക. സെറ്റ് സ്ക്വയറിൻ്റെ പെർപെൻഡിക്കുലറായിട്ടുള്ള മറ്റ് സൈഡിൽ നമ്മൾ സ്കെയിൽ വയ്ക്കുക. എന്നിട്ട് മെല്ലെ ഇത് മുകളിലേക്ക് നീക്കണം. സെറ്റ് സ്ക്വയർ നീക്കുമ്പോൾ ബിയിൽ വരുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് ബിയിൽ നിന്നും ഒരു പാരലൽ ലൈൻ വരയ്ക്കണം. ഇനി നമുക്ക് ആ രണ്ട് ലൈനിലും സിയും ഇയും അടയാളപ്പെടുത്താനുണ്ട്. അതിനായിട്ട് എ ബിക്ക് പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കണം. അതിനുവേണ്ടി സെറ്റ് സ്ക്വയർ എ ബിയിൽ വയ്ക്കുക. ഒരു പെർപെൻഡിക്കുലർ സൈഡ് സെറ്റ് സ്ക്വയറിൻ്റെ എ ബിയിൽ വയ്ക്കുക, മറ്റേ സൈഡിൽ സ്കെയിൽ വയ്ക്കണം. അതിനുശേഷം എ ബിയിൽ നിന്നും സെറ്റ് സ്ക്വയർ മെല്ലെ മുകളിലോട്ട് നീക്കണം. അപ്പോൾ ഡിയിലെത്തുമ്പോൾ സെറ്റ് സ്ക്വയർ സ്റ്റോപ്പ് ചെയ്തിട്ട് നീളത്തിന് ഒരു ലൈൻ വരച്ചാൽ മതി. അപ്പോൾ നമുക്ക് സി എന്ന പോയിൻറ്റും ഇ എന്ന പോയിൻറ്റും ലഭിക്കുന്നതാണ്. മുകളിലോട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് വേണ്ടാത്ത ലൈൻസൊക്കെ വേണമെങ്കിൽ മായ്ച്ച് കളയാം, മായ്ച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ കറക്റ്റ് നമ്മുടെ ആൻസർ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഡാർക്ക് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് W പോലത്തെ ഒരു ഇതാണ് അല്ലേ ടെക്സ്റ്റ് തന്നിരിക്കുന്നത്. മുകളിലുള്ളത് നമുക്ക് വേണമെങ്കിൽ മായ്ച്ച് കളയാം, അല്ലെങ്കിൽ അങ്ങനെ കിടക്കട്ടെ. അപ്പോൾ അതോടുകൂടി നമ്മുടെ ഈ 3rd പ്രോബ്ലവും കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സുകൾ കഴിഞ്ഞിരിക്കുകയാണ്. ക്ലാസ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.